കോടത്തൂർ സലഫി മസ്ജിദിലെ ഖത്തീബും കൂടിയായിട്ടുള്ള ഷമീർ ഫാറൂഖിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الحديث كتاب الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വാഗത ഭാഷണത്തിൽ ഷരീഫ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3-4 വർഷമായി ഇതേ വീട്ടിൽ വെച്ച് ബഹുമാനപ്പെട്ട ജമാൽ സാഹിബിൻ്റെ സഹകരണത്തോടുകൂടി ഇവിടെ സംഘടിപ്പിച്ചു വരുന്ന റമദാനിനെ വരവേൽക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് വരവേൽക്കുന്നതിനെ എങ്ങനെയാണ് നാം പ്രാപ്തരാകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഏതാനും വർഷമായി ഇത് സംഘടിപ്പിച്ചു വരുന്നു. അതും ഈ ഭവനത്തിൽ വെച്ച് തന്നെ എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ആമുഖ ഭാഷണത്തിൽ റാഫി സലാഹി സൂചിപ്പിച്ചതുപോലെ അള്ളാഹു ചില ആളുകൾക്ക് നൽകുന്ന സൗഭാഗ്യമാണത്, അവസരങ്ങളാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇസ്തഅമലഹൂന, അവരെ നിയുക്തരാക്കും. അത് എങ്ങനെയാണ് ആ നിയോഗം എന്ന് ചോദിച്ചപ്പോൾ യുവഫിഖുല്ലാഹു ബിൽ അഅമാലി സ്വാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള അവസരങ്ങൾ അവരിലൂടെ അള്ളാഹു നൽകുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മയൊക്കെ അവനിഷ്ടപ്പെടുന്ന, അവൻ്റെ ദീനിൻ്റെ ഉന്നമനത്തിനും നമ്മുടെ ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന, അതിന് അവസരമൊരുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരങ്ങൾ അള്ളാഹു നൽകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇനി നമുക്കുള്ള ദൗത്യം എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിറബ്ബിക്കും ഫീ അയ്യാമിൽ ദഹരിക്കും ലനഫഹാത്ത് അലാ ഫതഅറദൂ ലഹാ. അള്ളാഹുവിന് ഈ ദഹറുകൾ, ദഹർ എന്ന് പറഞ്ഞാൽ ആകാശഭൂമി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം ഉണ്ടായ അന്ന് മുതൽ ലോകാവസാനം വരെയുള്ള കാലമാണ്.
അതാണല്ലോ സൂറത്തുൽ ദഹ്ർ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്ർ ലം യകുൻ ഷൈഉൻ മദ്കൂറ. മനുഷ്യ, നിങ്ങൾക്ക് പ്രസ്താവയോഗ്യമല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പറ്റി പറയപ്പെടാനൊന്നുമില്ല, പക്ഷെ നമ്മളുണ്ട്. ഈ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ അള്ളാഹു കൃത്യമായി ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട് നമ്മെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്. അതാണ് പുതിയ പഠനങ്ങൾ പോലും തെളിയിക്കുന്നത്. പ്രപഞ്ചത്തിന് വേണ്ടി ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് ഈ പ്രപഞ്ചത്തിലൊരു ഗോളം, അതാണ് ഭൂമി. പക്ഷെ ഈ പ്രപഞ്ചത്തിന് വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പോകുന്നത്. ഏതായാലും ആ ഭൂമിയിലേക്കാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു എന്ന് പറയുമ്പോൾ ആ അയക്കപ്പെട്ട ദൂതന്റെ വാസസ്ഥലം ഈ ഭൂമിയാണ്. ഈ ഭൂമിയിൽ വീണ്ടും ആ പ്രവാചകന്റെ അനുയായികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സ്വഹാബികൾ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സ്വഹാബികൾക്ക് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന്. സ്വഹാബികൾ ചോദിക്കുക, നബിയെ, നിങ്ങളോടൊപ്പം സദാസമയവും സഹവസിക്കുന്ന ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ? ഞങ്ങളിതാ കാണുന്നു. ഇനി ഞങ്ങളില്ലാത്ത ഏത് സഹോദരങ്ങളെയാണ് താങ്കൾ കാണാൻ ആഗ്രഹിക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളെൻ്റെ സ്വഹാബികളാണ്, എന്നോടൊപ്പം സദാസമയവും സഹവസിക്കുന്ന അതിനുള്ള സൗഭാഗ്യം ലഭിച്ചവർ. വല്ലാത്തൊരു സൗഭാഗ്യമാണ്. മുൻകടന്നു പോയ മുഹാജിറുകൾ, അൻസ്വാറുകൾ, അവർ മുൻകടന്നു പോയിട്ടുണ്ട്. അവരതിജയിക്കാനൊന്നും ഇനി ലോകത്ത് വരാനിരിക്കുന്ന ഒരാൾക്കും സാധ്യമല്ല. അത് പടച്ചവന്റെ തൗഫീഖ് ലഭിച്ച ഒരു പ്രത്യേക വിഭാഗമാണ് എന്ന് വിചാരിച്ച് നമ്മളാരും ഹതഭാഗ്യവാന്മാരാണ് എന്ന് ധരിച്ചു പോകരുത്. വരാനിരിക്കുന്ന ആ സമൂഹം, ആ സഹോദരങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അവരെ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ അവരെ കണ്ടിട്ടില്ല, എനിക്ക് ശേഷം വരാനിരിക്കുന്നവരാണ് അവർ. അവരാണ് നമ്മൾ. നമ്മൾ ഈ ലോകത്തിന് അനുഗ്രഹമായി അയക്കപ്പെട്ട പ്രവാചകൻ ജീവിച്ച ഈ ഭൂമിയിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ്. മറ്റു ഗ്രഹങ്ങളിലൊന്നും ഇതുപോലെ വാസയോഗ്യമായ ഒരു അന്തരീക്ഷമില്ല, ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഈ അവസ്ഥകളിൽ ആ പ്രവാചകനോടൊപ്പം ജീവിച്ച ആളുകളോട് അനുധാവനം ചെയ്തുകൊണ്ട് നന്മയിൽ മുന്നേറാൻ മുൻകഴിഞ്ഞു പോയ മുഹാജിറുകൾ, അൻസ്വാറുകൾ, സ്വഹാബികളിൽ രണ്ട് വിഭാഗമുണ്ട്. മുഹാജിറുകൾ, അൻസ്വാറുകൾ. മക്കയിൽ നിന്ന് ഹിജറ പോയവർ, മദീനയിൽ അവർക്ക് വാസസ്ഥലം ഒരുക്കിയവർ. ഇനി നമുക്കുള്ള ദൗത്യം എന്താണ്? വല്ലദീന തബഉഹും ബിഇഹ്സാൻ. അവരൊരുപാട് നന്മകൾ ഇവിടെ വിട്ടേച്ച് പോയിട്ടുണ്ട്, കാണിച്ചു തന്നു പോയിട്ടുണ്ട്. ആ നന്മകളിലൂടെ മുന്നേറുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബു സിർറുർ റസൂൽ എന്നറിയപ്പെടുന്ന സഹാബിയാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എന്തു കർമ്മം ചെയ്യുമ്പോഴും കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദുഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹാ ഫഇന്നൽ അവ്വല ലം യദഅ ലിൽ ആഖിരി മഖാല. നിങ്ങൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഒന്ന് ആലോചിക്കണം, ആ പ്രവാചകനെ ജീവിതം ഒപ്പിയെടുത്ത് സദാസമയവും സഹവസിച്ച ഞങ്ങൾ എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അത് ചെയ്താൽ മതി. നിങ്ങൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾ മറികടന്നാൽ അത് നിങ്ങൾക്ക് കഴിയില്ല. കാരണം മുൻഗാമികളായ ഞങ്ങൾ പിൻഗാമികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കാല ഒരു തർക്കത്തിന് വേണ്ടി ഒരു കർമ്മവും വിട്ടേച്ച് പോയിട്ടില്ല. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പലരും റമദാനൊക്കെ വരുമ്പോൾ അവരുടേതായ വക ഒരുപാട് പുണ്യങ്ങൾ അല്ലേ, സലാത്ത്, പിന്നെ രാവ്, ഇത് 25 രാവിൻ്റെ പേരിൽ ഇല്ലാത്ത കർമ്മങ്ങൾ,
ഇങ്ങനെ ഒരുപാട് ആചാരങ്ങളുടെ പേരിൽ അനാചാരങ്ങൾ അരങ്ങ് തകർക്കുമ്പോൾ ഇഹ്സാൻ എന്നത് എന്താണ് എന്ന് തീർച്ചയായും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം തന്നെ അതിനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്തിനാണ് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഈ ഒരു കുറഞ്ഞ ഇടവേള, അത് മുസ്ലിം ഉമ്മത്ത്, പ്രവാചകന്റെ സമുദായത്തിൻ്റെ ആയുസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറഞ്ഞതാണ്. 200 വർഷം ജീവിച്ചിട്ടുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 1050 വർഷം ജീവിച്ചിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമും അത്ര ജീവിച്ചിട്ടുണ്ട്. കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ്, ആയുസ് ദൈർഘ്യം കൂടിയവരാണ്. പക്ഷെ ശരാശരി 60ൻ്റെയും 70ൻ്റെയും ഇടയിൽ ജീവിക്കാൻ അവസരം ലഭിച്ചതാണ്. അവരാണ് ഈ സമുദായം. അപ്പൊ നമുക്ക് ആയുസ് കുറവാണ്. പക്ഷെ എന്ന് വിചാരിച്ച് പുണ്യങ്ങൾ കുറച്ചിട്ടില്ല. നമ്മുടെ ഈ ജീവിതമാകുന്ന പരീക്ഷണ ഗോതയിൽ നിങ്ങൾ ചെയ്യുന്നത് കുറച്ചായാലും ശരി, അത് ഇഹ്സാനോട് കൂടിയായിരിക്കണം. മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാബ് റഹിമഹുല്ല ഇഹ്സാനിനെ കുറിച്ച് അഹ്സനു അമല എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, അസ്വബായിരിക്കണം, അഖ്ലസായിരിക്കണം. ഇത് രണ്ടാണ് ഒരു അടിമയുടെ പരീക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനമായ മേഖല. അസ്വബ് എന്ന് പറഞ്ഞാൽ സ്വഭാവമായി ശരിയായ രൂപത്തിലുള്ള കർമ്മങ്ങളായിരിക്കണം. ആരാ ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത്? അത് അല്ലാഹുവാണ്. പ്രവാചകന്റെ പോലും അതിനുള്ള അധികാരം അല്ലാഹു നൽകിയിട്ടില്ല. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത് വഇഖാമിസ് സ്വലാത്ത് വഈതാഇസ് സകാത്ത് വകാനൂ ലനാ ആബിദീൻ. പ്രവാചകന്മാരെ നമ്മൾ നേതാക്കന്മാരാക്കി, നിങ്ങളുടെ ഇമാമുകളാക്കി മാറ്റി. യഹ്ദൂൻ, അവർ നിങ്ങളെ ഇനി ഹിദായത്തിലേക്ക് നയിക്കും. എങ്ങനെ? അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന നോക്കങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നല്ല, ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം, നാം അവരോട് കൽപ്പന കൊടുക്കും, നാം അവർക്ക് വഹയ്യ് കൊടുക്കും. ഫിഅലൽ ഖൈറാത്ത്, എന്തൊക്കെയാണ് ഈ ഖൈറാത്തുകൾ? ആ ഖൈറുകൾ അവർ നിങ്ങളോട് പറയും, നമ്മുടെ വഹയ്യ് അനുസരിച്ച്, അവരുടെ അഭിഷ്ടമനുസരിച്ച് എന്നല്ല, നമ്മുടെ വഹയ്യ് അനുസരിച്ച്. വകാനൂ ലനാ ആബിദീൻ, കാരണം ഓരോ ഇബാദത്ത് എടുത്തത് പോലും നാം പറഞ്ഞിട്ടാണ്, നമ്മൾ പറഞ്ഞതുപോലെയാണ്. ഒരു നമസ്കാരം വിശുദ്ധ ഖുർആനിൽ ഒരു വചനം ഇറങ്ങാൻ എത്ര കാത്തിരുന്നിട്ടുണ്ട് പ്രവാചകൻ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാം അള്ളാഹുവിൻ്റെ കലാമാണ് ഏറ്റവും നല്ല കലാം. ആ കലാമിന് വേണ്ടി മാസങ്ങളോളം കാത്തിരുന്ന ചരിത്രങ്ങളുണ്ട്, അല്ലേ? പ്രവാചകൻ എന്നാ ഒരായത്തുണ്ട് പോരട്ടെ എന്ന് പറഞ്ഞ് ഉത്തരവിടുകയായിരുന്നില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആയത്തിറക്കും, അതിൽ നന്മകൾ ഉണ്ടാകും. വഫ്അലുൽ ഖൈറ ദഹ്റക്കും, നിങ്ങളുടെ ആയുസ് കുറവാണെങ്കിലും നിങ്ങൾക്കൊരുപാട് അവസരങ്ങൾ തരും. ആ അവസരങ്ങളിൽ ചെറിയ കർമ്മങ്ങൾ കൊണ്ട് വലിയ പുണ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് കാലം ജീവിച്ച മുൻഗാമികളുടെ അടുത്തേക്ക്, അതാണ് സൂറത്തുൽ ഖദ്റിൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 83 വർഷം തുടർച്ചയായി കർമ്മങ്ങൾ ചെയ്താൽ ലഭിക്കുന്ന പുണ്യം ഒരൊറ്റ രാവ് കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന സുദിനം, അതാണ് ലൈലത്തുൽ ഖദ്ർ. അത് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾ വരുമ്പോൾ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിന്നാൽ നഷ്ടപ്പെടും. ഇതൊരു കുളിർക്കാറ്റാണ്, നഫഹാത്തുകളാണ്. അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായി ഓരോ മാസത്തിലും ഈ വർഷങ്ങളിൽ കാലങ്ങളിൽ അവൻ്റെ അനുഗ്രഹങ്ങളെ അടിച്ചു വീശുമ്പോൾ നിങ്ങളുടെ ന്യൂനതകൾ മറച്ചു വെക്കാൻ പടച്ചവനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭയങ്ങൾ നിർമാർജനം ചെയ്യപ്പെട്ടു ഭയമുക്തമായ ജീവിതം നയിക്കാൻ ആ റബ്ബിനോട് നിങ്ങൾ സദാസമയവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോൾ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിന് തയ്യാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഓരോ മാസവും കണ്ടാൽ നടത്തിയിരുന്ന പ്രാർത്ഥന നമ്മൾ പഠിക്കണം. വിശിഷ്യ റമദാനിൽ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക അല്ലാഹ്. അല്ലാഹുമ്മ അഹില്ലഹു അലൈന, പടച്ചവനെ ഈ ഹിലാലിനെ ഞങ്ങളിൽ നീ ഉദിപ്പിക്കണേ. ബിൽ അംൻ, നിർഭയത്വത്തിൻ്റെ ഹിലാൽ, നിർഭയത്വത്തിൻ്റെ ചന്ദ്രൻ. വൽ ഈമാൻ, ആ ചന്ദ്രനെ കാണുമ്പോൾ ഞങ്ങൾക്ക് നിന്നിലുള്ള ഈമാൻ വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം, അത് ഞങ്ങൾക്ക് നൽകണം. ബിൽ അംനി വൽ ഈമാനി വസ്സലാമ, ഞങ്ങൾക്ക് ആ ചന്ദ്രനെ കാണുമ്പോൾ അതിലൂടെ ശാന്തിയും സമാധാനവും നൽകണം. വൽ ഇസ്ലാം, ഞങ്ങളുടെ ഇസ്ലാം, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ചിത്രീകരിക്കുന്നത്, രൂപീകരിക്കപ്പെടുന്നത്. പടച്ചവന്റെ അടുക്കൽ 12 മാസങ്ങളുണ്ട്, അതിൽ 4 പവിത്രമുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു 5ാമത്തെ മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. അഷ്ഹറുൽ ഹുറമിൽപ്പെട്ടതല്ലെങ്കിലും റമദാൻ ധന്യമാണ്. ആ റമദാനിനെ നമ്മൾ സ്വീകരിക്കാൻ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ചായിരിക്കണം. അതാണ് ആയത്ത്, റമദാനിനെ കുറിച്ച് പറയുന്ന ആയത്ത് തന്നെ, അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരാൾ പേരെടുത്ത് വിളിച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കൂലേ, വിളി കേൾക്കൂലേ, അല്ലേ? നമ്മൾ ഈ പ്രാർത്ഥന നടത്തി ഈമാനിൻ്റെയും നിർഭയത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഈ ഉദയം ചെയ്യുന്ന ഒരു ചന്ദ്രമാസം ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസികളായവരാണ് നമ്മൾ. അപ്പം പിന്നെ വിളിക്കുന്നത് ആരോടാ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ. അപ്പോൾ നമ്മളിങ്ങനെ തോന്നുമ്പോൾ അത് ഇതൊക്കെ നമ്മൾ ചുറ്റുപാടുള്ള കുറേ ആളുകളോട് പറഞ്ഞതാണ് എന്ന ഒരു ചിന്തയിലല്ല നമ്മൾ ആ വചനത്തിലേക്ക്. ഇത് എന്നോടാണ്, ഞാൻ മുഅ്മിനാണെങ്കിൽ പടച്ചറപ്പ് എന്നോട് സംവദിക്കുകയാണ്. സൽഫസാലികൾ പറയാറുണ്ടല്ലോ, പടച്ചവൻ നിന്നോട് സംസാരിക്കുന്നു, ആ സംസാരം കേൾക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശുദ്ധ ഖുർആനിലെ ഈ വരികൾ വായിച്ചു നോക്കൂ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അപ്പോൾ ഇത് മുഅ്മിനീങ്ങൾ ഇങ്ങനെ കെട്ടിപ്പൂട്ടി അവർ മാത്രം കുത്തകയാക്കി വെക്കേണ്ടതല്ല, ഇത് ലോകർക്കുള്ള ഉപദേശമാണ്. ഹുദൽ ലിന്നാസ്, ആ ഹുദൽ ലിന്നാസായി അള്ളാഹു ഇറക്കിയ ആ നാസുകളിൽ, ആ ജനങ്ങളിൽ തിരിച്ചറിഞ്ഞ് ഇത് എനിക്കാണ് എന്ന് ഓരോരുത്തരും എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, അപ്പോൾ മുഅ്മിനായി. അപ്പോൾ പിന്നെ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഅ്മിനായ അവൻ ഏറ്റെടുക്കേണ്ടതാണ്. കുതിബ അലൈക്കുമുസ് സിയാം, ഇതാ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുകയാണ്, നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് വേറെ രൂപത്തിലായിരിക്കാം, സമയവ്യത്യാസമുണ്ടാകാം, പക്ഷേ സൗമ് എന്ന ഒരു കർമ്മം അവർക്കൊക്കെയുണ്ട്. എന്തായാലും അതിനൊരു ലക്ഷ്യമുണ്ട്. അത് സമയം കൂടുതലോ കുറവോ എന്നുള്ളതല്ല, മാസം ഏത് എന്നുള്ളതല്ല, മറിച്ച് ഏത് മാസത്തിലാണെങ്കിലും ഏത് സമയം എത്ര സമയം നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിലും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ ഹൃദയം വിമലീകരിക്കണം, ഹൃദയം ശുദ്ധീകരിക്കണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ വ്രതം നിർബന്ധമാക്കിയത് എന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു, കൈഫ തസ്തഖ്ബിലുന റമദാൻ, എങ്ങനെയായിരുന്നു നിങ്ങൾ റമദാനിനെ സ്വീകരിച്ചിരുന്നത് എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി നമ്മളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു മറുപടിയാണ്. നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പല മറുപടികളുണ്ട്, അല്ലേ? അരിയും അതുപോലെ മുളക്, മല്ലി ഇതൊക്കെ പൊടിച്ച് സൂക്ഷിച്ചു വെക്കും, ഷെൽഫൊക്കെ വൃത്തിയാക്കും, അല്ലേ? വീടൊക്കെ അടിച്ച് തുടച്ച് എല്ലാം റെഡിയാക്കി വെക്കും. എന്തിനാണ്? റമദാൻ വരികയാണ്, നനച്ചുപൊളിയാണ്.
നല്ല കാര്യമാണ്. പക്ഷെ ആദ്യം വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. മാ കാന അഹദുനാ അൻ യജ്റഅ ലിഇസ്തിഖ്ബാലിൽ ഹിലാൽ വഫീ ഖൽബിഹി ദുർറത്തു ഹിഖ്ദിൻ മിൻ ഖിബ്ർ അലാ അഖീൽ മുസ്ലിം. മാ കാന അഹദുനാ യജ്റഅു അലാ ഇസ്തിഖ്ബാലിൽ അൽ ഹിലാൽ. മാസം കാണാൻ ഞങ്ങൾക്ക് ധൈര്യം വന്നിരുന്നില്ല. ഹിലാലിലേക്ക്, റമദാനിൽ ഉദിക്കുന്ന സുമൂലി റുഅയതിഹി എന്ന് പറഞ്ഞല്ലോ പ്രവാചകൻ, മാസത്തെ നോക്കൂ നിങ്ങൾ, എന്നിട്ട് നോമ്പ് തുടങ്ങൂ എന്ന്. ഞങ്ങൾക്ക് മാസം നോക്കാൻ ധൈര്യം വന്നിരുന്നില്ല. എങ്ങനെ? ഞങ്ങളുടെ സഹോദരനായ ഒരു വിശ്വാസിയോട് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനോട്, ഒരു മനുഷ്യനോട് എന്തെങ്കിലും നിലക്കുള്ള പകയോ വെറുപ്പോ വിദ്വേഷമോ ഞങ്ങളുടെ അകത്ത് വെച്ച് റമദാനിലെ മാസത്തെ നോക്കാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വൃത്തിയാക്കിയത് ആദ്യം ഞങ്ങളുടെ ഹൃദയമായിരുന്നു, ഹിഖ്ദായിരുന്നു. എങ്ങനെയാണ് റമദാനിൽ നമ്മൾ, അതാണ് ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് ഈ നോമ്പിലൂടെ അല്ലെങ്കിൽ ഏത് കർമ്മത്തിലൂടെയും കിട്ടേണ്ട ആത്യന്തികമായ അനുഗ്രഹം എന്നത് വൃത്തിയും വെടുപ്പുമുള്ള ഒരു ഹൃദയം സമ്പാദിക്കുക എന്നതാണ്. അവർക്ക് രക്ഷയുള്ളൂ. ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതാണ്. വലാ തുഖ്സിനി യൗമ യുബ്അഥൂൻ. പടച്ചവനെ, അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ എന്നെ വഷളാക്കരുത് കേട്ടോ. എങ്ങനെ വഷളാവുക? നമ്മൾ എത്ര ആളുകളുടെ മുമ്പിൽ ഇവിടെ അഭിനയിക്കുന്നുണ്ട് അല്ലേ? കാണുമ്പോൾ പുഞ്ചിരിച്ച് കൈയൊക്കെ കൊടുത്ത് സലാം പറഞ്ഞ് കൈയൊക്കെ കുലുക്കി പുറത്ത് 2 തട്ടൊക്കെ തട്ടി എന്നൊക്കെ, രോഗം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒക്കെ സുഖയിക്കോളും എന്നൊക്കെ പറയുമ്പോഴും മനസ്സിലെന്താണ്? എൻ്റെ രോഗം അങ്ങനെ നിൽക്കണം, കാരണം അന്നിങ്ങനെ തന്നിട്ടുണ്ട് നിൽക്കും. ഞാൻ ആശുപത്രിയിൽ രോഗിയായി കിടന്നപ്പോൾ ഒന്ന് സന്ദർശിക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കണം. മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അങ്ങനെ തന്നെ അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചവനെ പുറത്തു കൊടുക്കണേ. അകത്തോ അവൻ മുമ്പ് ചെയ്തിരുന്ന പലതും അങ്ങനത്തെ കെട്ടി വരികയാണ്. എന്നാലും പുറത്തേക്ക് പടച്ചവനെ പുറത്തു കൊടുക്കട്ടെ എന്നതാണ്. ഇങ്ങനെ കാപ്പട്യം വെച്ച് ജീവിച്ച് പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഇതവിടെ കാണും. യോഗത്തുബിലസ്സറായത് എല്ലാം കണ്ട് എക്സിബൈറ്റ് ചെയ്യുന്നു. അപ്പം ഈ പുഞ്ചിരിച്ചിരുന്നവൻ്റെ അകത്ത് പിന്നെ പത്തിയായിരുന്നു, പുറത്ത് മാത്രമാണ് ആ പുഞ്ചിരി ഉണ്ടായിരുന്നത്. ഓൻ തിരിച്ചറിയുമ്പോൾ ഇതിലും വലിയ വഷളത്തരുണ്ടോ? അതാണ് പറയുന്നത്, ഉയർത്തെഴുന്നേൽപ്പിനാളിൽ എന്നെ വഷളാക്കരുത്. ഖൽബിൻ സലീം മക്കളെ കൊണ്ട് ഉപകരിക്കില്ല, സന്താനങ്ങളെ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഉപകരിക്കില്ല. ഉപകരിക്കും ആർക്ക്? വിശുദ്ധിയുള്ളൊരു ഹൃദയവുമായി വന്നവന് കഴിക്കും. ആ വിശുദ്ധിയുള്ളൊരു ഹൃദയം സമ്പാദിക്കാനാണ് നമ്മൾ റമദാനിനെ പ്രാപ്തരാക്കേണ്ടത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ ഞങ്ങളോടിങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഇടയിൽ പറഞ്ഞു, എത്രയോ അലൈക്കുമില്ലാതെ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇതാ ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു സ്വർഗ്ഗസ്ഥൻ കയറി വരാൻ പോവുകയാണ്. അതിങ്ങനെ പറഞ്ഞപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ അതാ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ ചെരിപ്പുണ്ട്, താടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട് വുളൂ ചെയ്തതിൻ്റെ. അദ്ദേഹം മറന്നു, പള്ളിയിലിരുന്നു, ക്ലാസ്സൊക്കെ കേട്ടു പോയി. അടുത്ത ദിവസവും പ്രവാചകൻ ആ വീണ്ടും ക്ലാസ് എടുക്കുമ്പോൾ ഇതിനിടയിൽ പറഞ്ഞതാ, എത്രയോ അലൈക്കുമല്ലാണ് റജുലുൻ അഹ്ലിൽ ജന്ന, സ്വർഗസ്ഥനായ ഒരാൾ നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരും. പറഞ്ഞ ഉടനെ തന്നെ കടന്നു വന്നത് സഅദ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ദിവസവും പ്രവാചകനോട് പറഞ്ഞു, സഅദ് റളിയല്ലാഹു അൻഹു തന്നെയാണ് കടന്നു വന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു, എന്തായിരിക്കും ഇത്? പറഞ്ഞ ഉടനൊക്കെ 3 പ്രാവശ്യവും ഇദ്ദേഹം തന്നെ കടന്നു വരുന്നത്. 2ാമത്തെ ദിവസം വേറെ ആളല്ല, 3ാമത്തെ ദിവസം മറ്റൊരാളല്ല. ആദ്യത്തെ ദിവസം കടന്നു വന്ന അതേ വ്യക്തി തന്നെയാണ് വീണ്ടും കടന്നു വന്നത്. ഇതിലെന്തോ ഒരു രഹസ്യമുണ്ടല്ലോ, ഇദ്ദേഹം ഇങ്ങനെ സ്വർഗ്ഗാവകാശിയാകാൻ അതൊന്നറിയാം എന്ന് വിചാരിച്ച് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പ അംർ ഇബ്നുൽ ആസുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ വീട്ടിൽ താമസിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഒരു 3 ദിവസം എനിക്കിവിടെ താമസിക്കാൻ അവസരം തരുന്നുണ്ടെന്നാണ്. സഅദ് റളിയല്ലാഹു പറഞ്ഞു, അതിനെന്താ, കിടക്കാലോ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാപ്പാർക്കുകയാണ് 3 ദിവസവും. അദ്ദേഹം ഇങ്ങനെ ഇടക്കിടക്ക് എഴുന്നേറ്റ് നോക്കും, സ്ഥലത്ത് എഴുന്നേറ്റിട്ടുണ്ടോ. കാരണം സ്വർഗത്തിൽ പോണ മനുഷ്യനാണല്ലോ. അപ്പോൾ രാത്രി ഉറങ്ങുന്നുണ്ടാവില്ല. അല്ലേ, ഫുള്ള് ഖുർആൻ പാരായണവും അതേപോലെ തന്നെ നമസ്കാരവും പ്രാർത്ഥനയുമായി കഴിയായിരിക്കുമെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വിചാരിച്ചത്. പക്ഷെ ഇതൊന്നും കാണുന്നില്ല. സാധാരണ ഒരു മനുഷ്യൻ എന്താണോ ചെയ്യുന്നത്, ഒരു സഹാബി എന്തൊക്കെ ചെയ്യുന്നത്, അതൊക്കെ തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ എഴുന്നേൽക്കുന്നുണ്ട്, സുബൈൻ്റെ മുമ്പ് എഴുന്നേൽക്കുന്നുണ്ട്, വുളു ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, സുബൈ എടുക്കുന്നുണ്ട്, അദ്കാർ സ്വഭാവം ചെല്ലുന്നുണ്ട്, ഇങ്ങനെ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുന്നു അതേ അദ്ദേഹത്തിനും കാണുന്നുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന് അത്ഭുതമായി. 3-ാമത്തെ ദിവസം പറഞ്ഞു, റസൂൽ അങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങളിലേക്ക് സ്വർഗസ്ഥനായ ഒരാൾ കടന്നു വരും. അപ്പോൾ താങ്കളാണ് കടന്നു വന്നത്, എന്തായിരിക്കും അതിൻ്റെ സീക്രട്ട് എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അല്ല, ഞാൻ അപ്പാനായിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഞങ്ങളിലില്ലാത്തൊരു കർമ്മൊന്നും നിങ്ങളുടെ അടുത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് പറഞ്ഞു തരുമോ, ഞങ്ങൾ ചെയ്യാത്ത എന്താ നിങ്ങൾ ചെയ്യും, ഇങ്ങനെ സ്വർഗത്തിൽ പോകുമെന്ന് റസൂലുള്ള നിങ്ങളെ പറ്റി പറയാനും കാരണമായിട്ടുള്ളൊരു കർമ്മത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്കും അത് ചെയ്യാമല്ലോ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെ തന്നെ ഉണ്ട്. പ്രത്യേകമായിട്ട് അങ്ങനെ പറയാൻ എന്താണെന്ന് എനിക്കറിയില്ല. അത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോവുകയാണ്. കുറച്ചെണ്ണെത്തിയപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാളോടും ഇന്ന് വരെ എൻ്റെ മനസ്സിലൊരു വിദ്വേഷം ഞാൻ വെച്ചിട്ടില്ല. ആരോടെങ്കിലും എന്തൊക്കെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ പോയിട്ട് മാപ്പ് പറയും, വിട്ടുകൊടുക്കും. അതായിരിക്കാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറ്റിയത് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ്. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യല്ലത്തി ബലഗതുക വല്ലത്തി ലാ തുഖ്, അത് തന്നെയാണ് നിങ്ങൾക്ക് സാധിച്ചതും ഞങ്ങളെപ്പോലെയുള്ള പലർക്കും സാധിക്കാതെ പോകുന്നതും ആ ഒരു നന്മ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ആലോചിച്ച് നോക്കൂ, സ്വർഗം ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഒരു പുണ്യം അത് മറ്റുള്ളവർ കാണുന്നില്ല. കാണാത്ത പുണ്യമാണ്, അത് ഹൃദയത്തിലുള്ളതാണ്. അത് മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല. കഴിഞ്ഞ റമദാനിൽ യൂറോപ്പിലുള്ള ഒരു ഷെയ്ഖിൻ്റെ ഇംഗ്ലീഷ് ഉള്ളൊരു പ്രഭാഷണം കേൾക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം ഈസ്റ്റ് ലണ്ടനിലുള്ള ഒരു പള്ളിയിലേക്ക് ഇഫ്താറിന് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടതാണ്. അപ്പോൾ അവിടെ പകൽ സമയം ഒരുപാട് ദൈർഘ്യമുള്ളതാണ്. ഏകദേശം 19-20 മണിക്കൂർ, 3-4 മണിക്കൂറേ രാത്രിയുള്ളൂ. ആലോചിച്ച് നോക്കാം നോമ്പിൻ്റെയൊക്കെ ദൈർഘ്യം. 9 മണിക്കാണ് അത്ര മഗ്‌രിബ് വാങ്ങി കൊടുക്കുക, 8:30 മണിക്ക്. അപ്പോൾ നീണ്ട 19 മണിക്കൂർ നോമ്പനുഷ്ഠിച്ചിട്ട് നോമ്പ് തുറക്കാൻ നേരത്ത് അദ്ദേഹം എല്ലാവരും ഇങ്ങനെ സുപ്രയുടെ മുന്നിലിരിക്കുകയാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞു, നോമ്പ് ഇഫ്താറിന് മുമ്പുള്ള ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഇഫ്താറിന് വേണ്ടി നോമ്പ് തുറക്കാൻ വേണ്ടി സുപ്രയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ അങ്ങ് കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏതാനും ചില ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചു. അവർ ഒരുപാട് നോക്കി, പക്ഷേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് 1 മിനിറ്റ് ബാക്കി ഇല്ല, അപ്പോഴേക്ക് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട വാങ്ങിയെന്ന് ഷെയ്ഖ് പറയാണ്. എനിക്കത് വല്ലാത്തൊരു അത്ഭുതമായി. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് വെള്ളിയാഴ്ചയാണ് അല്ലേ, വെള്ളിയാഴ്ച മരിക്കുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈമാനുണ്ടെങ്കിൽ അത് വലിയ പുണ്യമാണ്. നോമ്പുകാരനായി മരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. പള്ളിയിൽ വെച്ച് മരിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. ഇഫ്താർ നോമ്പുകാരൻ എന്ന് മാത്രമല്ല, നോമ്പുകാരന് ഏറ്റവും സ്വീകാര്യമായ ഉത്തരം ലഭിക്കുന്നൊരു വേളയാണ് നോമ്പ് തുറക്കുന്ന വേള എന്നുള്ളത്. നമ്മളൊക്കെ നമ്മുടെ ബിസിയിലേക്ക് പോകുന്ന സമയമാണ് അല്ലേ. എല്ലാവരും അങ്ങോട്ട് തിരിയാണ്, മറ്റുള്ളവരെ സൽക്കരിക്കാനും സ്വീകരിക്കാനും ആവശ്യമൊക്കെ കുറച്ച് മുമ്പ് റെഡിയാക്കി വെക്കണം. ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ 3-4 അനുഗ്രഹങ്ങൾ ഒത്തിണങ്ങി മരണപ്പെടാൻ സാധിക്കുക എന്നത് ചെറിയ കാര്യമില്ലല്ലോ. എന്തായിരിക്കും ഈ യുവാവിന് ഇങ്ങനൊരവസ്ഥ ലഭിക്കാൻ കാരണം എന്ന് അദ്ദേഹം അറിയാൻ വേണ്ടി കുടുംബത്തോട് ഇങ്ങനെ ചോദിച്ചു. വലിയ നല്ല സൗഭാഗ്യമുള്ളൊരു മരണം. അപ്പോൾ അവർ പറഞ്ഞു, അവന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ രീതിയിലൊന്നുള്ളതല്ല, പക്ഷേ നല്ല ഒരു ഹൃദയമുണ്ടായിരുന്നു. ഖൽബൻ സലീം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ
വലിസാനൻ സ്വാദിഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതാണ്. അല്ലാഹുവേ, വിശുദ്ധിയുള്ള ഹൃദയം അതെനിക്ക് നീ നൽകണം, സത്യം പറയുന്നൊരു നാക്ക് എനിക്ക് നൽകണം. ഇത് രണ്ടും ഒന്നാണ്. ഹൃദയത്തിൽ കറയുണ്ടെങ്കിൽ നാവിലൂടെ സത്യം വരില്ല. യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു എന്നാണ്. നിങ്ങളുടെ നാക്ക് ശരിയാവാതെ കൽബ് ശരിയാവില്ല, ഇസ്തിഖാമത്തിലേക്ക് വരില്ല. ഇസ്തിഖാമത്ത് അതിൻ്റെ ഒരു നൈരന്തര്യം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരപ്പിച്ച ആയത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഷയ്യബത്തനി. റസൂലുള്ളാഹിനോടൊക്കെ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, നബിയെ നിങ്ങൾ നിരച്ചു പോയല്ലോ, 19 or 20 മുടി പ്രവാചകൻ്റെ രോമത്തിൽ നിരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അതെ ഷയ്യബത്തനി ഹൂദുൻ വഅഖവാതുഹ. ഹൂദ് എന്ന സൂറത്തും അവൻ്റെ സഹോദരങ്ങളും അഥവാ സൂറത്തുൽ നബഉം മുൽക്കൊക്കെ പറയുന്നുണ്ട്, ഇത് എന്നെ നിരപ്പിച്ച് കളഞ്ഞതാണ് എന്നാണ്. അപ്പോൾ ഹൂദ് നിരപ്പിക്കാനുള്ള കാരണം എന്താണ്? ഫസ്തഖിം കമാ ഉമിർത. അതിലൊരു ആയത്തുണ്ട്, നബിയെ ഇസ്തിഖാമത്ത് വലിയ ഘടകമുണ്ടോ? ഞാൻ ഒരുപാട് കർമ്മങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിലൊക്കെ ഒരു നൈരന്തര്യം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പേടിച്ചു പോയി. അപ്പോഴാണ് കുറച്ചു മുന്നേ വരച്ചതെന്ന്. അപ്പോൾ ഈ ഇസ്തിഖാമത്തുള്ള ഒരു കുട്ടിയായിരുന്നു, എല്ലാവരോടും വിശുദ്ധിയോടുകൂടി വെറുപ്പില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചിരുന്ന ഒരാൾ. ശേഷം പറയാണ്, ഇഫ്താർ ഇൻ ലണ്ടൻ, സുഹൂർ ഇൻ ലണ്ടൻ, ഇഫ്താർ ഇൻ ഹെവൻ എന്നാണ്. ലണ്ടനിൽ വെച്ച് നോമ്പ് ആരംഭിച്ച് സ്വർഗത്തിൽ വെച്ച് നോമ്പ് തുറക്കാൻ സാധിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും സ്വർഗാവകാശികളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഒരു ഹൃദയം സ്വീകരിക്കാൻ വിശുദ്ധ റമദാനിൻ്റെ മുന്നോടിയായി നമുക്ക് സാധിക്കണം. കാരണം അപ്പോഴേ അള്ളാഹു കർമ്മം സ്വീകരിക്കും. നമ്മൾ പട്ടിണി കിടക്കുകയാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, ഇന്നമാ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹ്, അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് ഇവരിൽ നിന്ന് മാത്രമാണ്. ആരാണ് അവർ? മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന്, തഖ്വയുള്ളവരിൽ നിന്ന്, അവരിൽ നിന്ന് മാത്രമേ അള്ളാഹു കർമ്മം സ്വീകരിക്കൂ എന്ന് പറയുമ്പോൾ തഖ്വയില്ലാത്ത എത്രയെത്ര ആളുകൾ നോമ്പിനെ വരവേൽക്കാൻ നിൽക്കുന്നുണ്ട്. റബ്ബ സായിമിൻ പറഞ്ഞു, എത്രയെത്ര നോമ്പുകാരാണ്. ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ് വൽ ആത്ഷ്. എന്താണ് അവൻ്റെ നോമ്പ് കൊണ്ട് അവനെ നേടിയെടുക്കാൻ സാധിച്ചത്? കുറേ പട്ടിണി കിടന്നു, കുറേ ദാഹിച്ചു വലഞ്ഞു എന്നതല്ലാതെ മറ്റെന്ത് കിട്ടി? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഫലൈസ ലില്ലാഹി ഹാജത്തൻ എന്നാണ്. മല്ലം യദഅ ഖൗല അസ്സൂർ വൽ അമല ബിഹി. വിശുദ്ധിയില്ലാതെ തോന്നിയതൊക്കെ വിളിച്ചു പറയുക, കള്ളത്ത സത്യങ്ങൾ പറയുക, ഖൗല അസ്സൂർ. ഇങ്ങനെ ഒരാൾ പട്ടിണി കിടന്നാൽ ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ആവശ്യമൊന്നുമില്ല. അയ്യദ അത്അമഹു വശറബ, ഓന് ഭക്ഷണം ഒഴിവാക്കണമെന്നോ ഓൻ വെള്ളം കുടിക്കാതിരിക്കണമെന്നോ അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ആവശ്യം നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിശുദ്ധിയോടുകൂടി കർമ്മങ്ങൾ ചെയ്യണം എന്നതാണ്. അതാക്കും ഷഹ്റുൻ റമളാൻ, ഇതാ നിങ്ങളിലേക്കൊരു മാസം സമാഗതമായിരിക്കുന്നു. ആ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഖശിയത്തുഹു റഹ്മ ഖശിയത്ത് ഫീഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളെ വലയം ചെയ്യുന്ന മാസമാണ് വരുന്നത്. വയഹത്തി ബിഹി ഖതായാ, നിങ്ങളുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയുന്ന മാസമാണത്. നമ്മൾ സാധാരണ കേട്ട് ഒരുപാട് തവണ കേട്ട ഒരു സംഭവമാണ് പ്രവാചകൻ മിമ്പറിൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞത്. അല്ലേ, 3 പ്രാവശ്യം ആമീൻ പറയുന്നു. മിമ്പറിൽ നിന്ന് ഖുത്ബ കഴിഞ്ഞപ്പോൾ പ്രവാചകനോട് ചോദിക്കുകയാണ്, എന്തായിരുന്നു ആമീൻ പറയാൻ കാരണം? റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ 1ാമത്തെ സ്റ്റെപ്പ് കയറിയപ്പോൾ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, വൃദ്ധരായ മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗം നേടാൻ സാധിക്കാത്തവർക്ക് നാശം അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ആരാണ്? മലക്കുകളിൽ ഉന്നതൻ അല്ലാഹു തട്ടുന്നു. അതിന് ആമീൻ പറയുന്നത് ആരാണ്? മനുഷ്യരിൽ എന്നല്ല, ലോകത്തെ സകല സൃഷ്ടികളിലും ഉത്തമൻ, അഷ്റഫുൽ ഖൽഖ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. മനുഷ്യരിൽ ഉന്നതൻ എന്നല്ല, സൃഷ്ടികളിൽ ഉന്നതൻ. ആരാ സൃഷ്ടി?
അല്ലാത്തവരൊക്കെ സൃഷ്ടികളാണ്. അവരിലെ ഉന്നതനായ വ്യക്തിത്വം ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? എൻ്റെ പേര് കേട്ടിട്ട് വലം യുസല്ലി അലയ്യ, സലാത്ത് ചൊല്ലാൻ വിസ്മരിച്ചതെൻ്റെ നാശമുണ്ടാകട്ടെ. മഹാദല്ലാഹ്, നമ്മൾ അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് മറന്നു പോകുന്ന ഒരു കാര്യമാണത് അല്ലേ? പടച്ചവനോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് ദിക്റിങ്ങനെ ചെല്ലും, അതിൽ സലാത്ത് കടന്നു വരൽ വളരെ അപൂർവമാണ്. അള്ളാഹ് പറഞ്ഞതോ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾക്ക് ഇന്നിഷ്ടാണോ ഇതാ അദ്ദേഹത്തെ പിന്നാലെ കൂടിക്കോണം. ആ പ്രവാചകന്റെ ജീവിതം ഒപ്പിയെടുത്തോ? ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്തുണ്ട്, അല്ലാത്തപ്പോഴും സലാത്തുണ്ട് അല്ലേ? നിങ്ങൾ എൻ്റെ വെള്ളിയാഴ്ച രാവിൽ സലാത്ത് വർദ്ധിപ്പിക്കൂ എന്നാണ്. നിങ്ങളുടെ സലാത്ത് എന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. ഇന്ന സലാത്തക്കും തുറവൂന അലയ്യ. അള്ളാന്റെ മലക്കുകളുടെയും കൂടെ ചെയ്യാൻ പറ്റിയൊരു കർമ്മം വേറെ ഏതാണുള്ളത്? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൈഹി. അള്ളാഹുവും മലക്കുകളും റസൂലുള്ളാഹിക്ക് അള്ളാഹ് രക്ഷ നൽകുന്നു, റസൂൽ മലക്കുകൾ രക്ഷയ്ക്ക് വേണ്ടി തേടുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. വിശ്വാസികളെ, നിങ്ങളും ആ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലും. നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോഴോ അള്ളാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്ന നമുക്ക് വേണ്ടി, എന്ന് വെച്ചാൽ നമുക്ക് രക്ഷ നൽകുന്നു. റസൂലുള്ളാഹിക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിലും പ്രവാചകൻ അള്ളാഹു രക്ഷിക്കും. ബാങ്ക് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയിൽ കടന്നു വരുന്നതാണ് പ്രവാചകന് നൽകുന്ന വസീല ഫളീല എന്നീ 2 സ്ഥാനങ്ങൾ. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇത് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ, നമ്മൾ അള്ളാഹിനോട് ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അള്ളാഹ് നബിക്ക് കൊടുക്കൂല എന്നുള്ളതുകൊണ്ടാണോ? അല്ല. പരലോകത്തവൻ തിരിച്ചറിയും റസൂൽ നമ്മളെ, എന്നിട്ട് ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് വേണ്ടിയാണ്. കണ്ണാടിയിൽ നോക്കുന്നത് കണ്ണാടിക്ക് വേണ്ടിയല്ല, നമ്മുടെ മുഖം നന്നാക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലുന്നത് റസൂലുള്ളാഹിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടിയാണ് എന്ന ബോധമുണ്ടെങ്കിൽ നമ്മൾ അതിൽ തുനിയും അല്ലേ? നന്മ ലഭിക്കുന്ന ഒരു ഓഫർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ലാഭമുണ്ടെന്ന് കണ്ടാൽ എത്ര തിരക്കിട്ടും നമ്മളതിന് സമയം കണ്ടെത്തും. അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എന്ന ബോധമുള്ളത് കൊണ്ടാണ്. അതുപോലെ നമുക്ക് ബോധമുണ്ടാകണം. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് എന്തിനാണ്? മൻ അദ്റക റമളാൻ ഫലം യഗ്ഫിർ ലഹു. ഒരു റമളാനിന് സാക്ഷിയാകാൻ സാധിച്ചു, പക്ഷേ ആ റമളാനിനെ വേണ്ടതുപോലെ വിനിയോഗിക്കാൻ അവന് സാധിച്ചില്ല. അള്ളാഹു മാപ്പ് നൽകാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ്. തുഫ്തഹു അബ്വാബുൽ ജന്ന വതുഗ്ലഖു അബ്വാബുൻ നാർ. നരക കവാടങ്ങൾ കൊട്ടിയടക്കുന്ന മാസം, സ്വർഗ കവാടങ്ങളൊക്കെ തുറന്നു വെക്കപ്പെടുന്ന മാസം. വയൻദുറു അലാ തനാഫുസിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ഈ മാസത്തിൽ കാണിക്കുന്ന തനാഫുസ് ഉണ്ടല്ലോ, മത്സരം. എന്തിനുള്ള മത്സരം? നന്മക്ക് വേണ്ടിയുള്ള മത്സരം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. റബ്ബിലേക്കുള്ള മത്സരം, സ്വർഗത്തിലേക്കുള്ള മത്സരം. തഖ്വയുള്ളവർക്ക് വേണ്ടി ആകാശഭൂമിയേക്കാൾ വിശാലമായി കിടക്കുന്ന സ്വർഗത്തിലേക്കുള്ള മത്സരം. ആ മത്സരം കാണുമ്പോൾ യുബാഹി ബിഹിമുൽ മലായിക, അല്ലാഹു മലക്കുകളോട് ആത്മാഭിമാനം കൊള്ളുന്ന വേളയാണത്. എന്താ കാരണം? മനുഷ്യരെ സൃഷ്ടിക്കാൻ അല്ലാഹു മലക്കുകളോട് ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇനി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്, മനുഷ്യന്മാരെ വളർക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. നിന്നെ പ്രകീർത്തിക്കാൻ ഞങ്ങളില്ല ഇവിടെ, നിന്നെ തസ്ബീഹ് ചെല്ലാനും പരിശുദ്ധപ്പെടുത്താനും ഞങ്ങളില്ല ഇവിടെ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ആളുകളെ എന്തിന് സൃഷ്ടിക്കണമെന്നാണ്. അപ്പോൾ അല്ലാഹു പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇനി അഅലമുമാലാത്ത അലമോ. നിങ്ങൾക്കറിയാത്ത ചിലത് എനിക്കറിയാം, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? അതാണ് ഇവിടെ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞല്ലോ, ഈ വരാൻ പോകുന്ന, സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന അടിമകൾ, മനുഷ്യർ, അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയില്ല. കണ്ടോ? വയൻദുറു അലാ തനാഫുസിക്കും.
ഈ പരിശുദ്ധ റമദാൻ വന്നപ്പോൾ അവർ മത്സരിക്കുകയാണ്. സ്വർഗത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ മത്സരം അതിന് വേണ്ടിയായിരിക്കട്ടെ. ഏതിന് വേണ്ടി? ആ സ്വർഗത്തിന് വേണ്ടി. ഇതെനിക്ക് കിട്ടിയ ഒരു സുന്ദര അസുലഭമായ അവസരമാണ്. അള്ളാഹു ഈ കാലത്ത് കരുതി വെച്ച, എനിക്ക് വേണ്ടി കാത്തുവെച്ച ഒരു അവസരമാണ്. ഒരു റമദാൻ എന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ റമദാനിൽ ഇതേപോലെ ഇവിടെ ക്ലാസ് നടന്നിട്ടുണ്ട്. പലരും ഈ വേദിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പലർക്കും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. പലരും അവരുടെ കർമ്മഫലം അനുഭവിക്കാൻ ഖബറിടത്തിലേക്ക് പോയിരിക്കുകയാണ്. വരുന്ന റമദാനിൽ ഒരു പക്ഷേ നമ്മളായിരിക്കും ഈ റമദാനിൽ നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ ചെയ്ത കർമ്മഫലം അനുഭവിക്കാൻ യാത്ര പോകുന്നത്. എത്ര വലിയ പുണ്യമാണത്. മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ബലി ഗോത്രത്തിൽപ്പെട്ട ബനൂ ഉദറ എന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു ഉപഗോത്രമാണ് ബലി. അതിൽപ്പെട്ട രണ്ടാളുകൾ ഇസ്ലാം സ്വീകരിച്ചു. ഒരാൾ രക്തസാക്ഷിയായി. പിറ്റത്തെ വർഷം മറ്റൊരാൾ സാധാരണ രൂപത്തിൽ മരണപ്പെട്ടു എന്നാണ്. അതിനുശേഷം തൽഹത്ത് റളിയല്ലാഹു അൻഹു ഉറക്കത്തിലൊരു സ്വപ്നം ദർശിക്കുകയാണ്. മൂന്നാളുകൾ, അഥവാ തൽഹ റളിയല്ലാഹു അൻഹുവും ഈ ബലി ഗോത്രത്തിൽപ്പെട്ട രക്തസാക്ഷിയായ ഷഹീദായ വ്യക്തിയും സാധാരണ മരണം വരച്ച വ്യക്തിയും സ്വർഗത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്വർഗത്തിൽ നിന്നൊരു മലക്ക് കടന്നു വന്നിട്ട് രക്തസാക്ഷിയായതിന് ശേഷം ഒരു വർഷം കൂടി കൂടുതൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആ മനുഷ്യനെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആദ്യം എന്നിട്ട് അദ്ദേഹം ആ മലക്ക് വീണ്ടും വന്നു. രണ്ടാമതായി രക്തസാക്ഷിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ തിരിച്ചു പോവുക, നിന്റെ സമയമായിട്ടില്ല എന്ന്. ഉടനെ ഞാൻ കണ്ണു തുറന്നപ്പോൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഈ സംഭവം. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ള ചോദിക്കുകയാണ്, താജബൂന മിൻ ദാലിക്? ആ സംഭവത്തിൽ അതില്ലാതെ നബി നിഷേധിച്ചിട്ടില്ല. സ്വഹാബികളുടെ സ്വപ്നം റസൂലുള്ള വഹി അനുസരിച്ച് സ്ഥിരീകരിക്കുകയാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം മാത്രമാണ് ഇസ്ലാമിൽ തെളിവുള്ളത്. പക്ഷെ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സ്വപ്നം അസത്യമാണെന്നല്ല പ്രവാചകൻ പറഞ്ഞത്, സത്യമാണെന്നാണ്. അതുകൊണ്ടാണ് ആ സ്വപ്നം നാം സ്വീകരിക്കുന്നത്. അവ ചോദിക്കുകയാണ്, എന്താണ് ഇത്ര അത്ഭുതപ്പെടാൻ? ഷഹീദായ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു വർഷം കൂടി കൂടുതൽ ജീവിക്കാൻ ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽക്ക് സാധിച്ചു ഇല്ലേ? ആ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് എത്ര നമസ്കാരം ലഭിച്ചു, എത്ര നന്മകൾ ചെയ്യാൻ അവസരം ലഭിച്ചു. ഒരു റമദാൻ കൂടി അദ്ദേഹത്തിന് കൂടുതൽ ലഭിച്ചില്ലേ? അത് ആകാശഭൂമി എത്രോളം അകലെയാണോ അതിനേക്കാൾ വലിയ അകലം ഈ ഷഹീദിൻ്റെയും ഈ സാധാരണ മരണപ്പെട്ട വ്യക്തിയുടെയും ഇടയിലുണ്ട് എന്നാണ്. ഇതിനർത്ഥം ഷഹീദിന് കൂലിയില്ല എന്നുള്ളതല്ല. ഷഹീദിന് പ്രവാചകൻ എണ്ണി പറഞ്ഞ ഒരുപാട് മഹത്വങ്ങളുണ്ട്. എന്നാണ്. ഒരു രക്തസാക്ഷിയുടെ ആദ്യത്തെ രക്തം ഭൂമിയിൽ ഉറ്റി വീഴുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അന്ത്യനാളിന്റെ ഭയാനകതയിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന വ്യക്തിയാണ് ഷഹീദ്. വഖാറിന്റെ കിരീടം തലയിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ആനയിക്കും. അതേപോലെ തന്നെ 72 ഹൂറിലീങ്ങളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കും. സ്വന്തം കുടുംബത്തിൽ നിന്ന് 60 ആളുകൾക്ക് ശഫാഅത്ത് ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ലഭിക്കും. ഈ മഹത്വമൊക്കെ ഷഹീദിനുണ്ടായിട്ടും ഷഹീദിനേക്കാൾ മുമ്പ് സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു റമദാനിന് കൂടി കൂടുതൽ അനുഷ്ഠിക്കാൻ അവസരം ലഭിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിലേക്ക് പോകാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അയ്യന്നാസി ഖൈർ യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല മനുഷ്യനാര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ത്വാല ഉംറുഹു വ ഹസന അമലുഹു. ആയുസ് ഇങ്ങനെ കൂടുന്തോറും നന്മകൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് ഒരായുസ് കൂടി കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ വരുന്ന ആഴ്ച നമ്മൾ ആ മഹാസൗഭാഗ്യത്തിൻ്റെ സാക്ഷികളാകാൻ പോവുകയാണ്. പിശാചിനെ ബന്ധിക്കുന്ന മാസമാണത്.
ഫതുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗം കവാടം തുറക്കപ്പെടുന്ന മാസമാണത്. മുനാദി യുനാദി യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ്ശരി അദ്ബിർ അഖ്സിർ. റസൂലുള്ളാഹി പറയാണ്, ഒരു വിളംബരം ഇങ്ങനെ വരും. എന്താണ് ആ വിളംബരത്തിലുള്ളത്? നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ, അഖ്ബിൽ അഖ്ബിൽ, വരൂ, മുന്നോട്ട് വരൂ, നിന്റെ ചാൻസ് ആണിത്, നിന്റെ അവസരമാണിത്. വയാ ബാഗിയശ്ശർ, തിന്മ ആഗ്രഹിക്കാൻ, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന മനുഷ്യ, അഖ്സിർ, അവസാനിപ്പിക്കൂ, നിർത്തിവെക്കൂ, നിനക്ക് കിട്ടിയ സൗഭാഗ്യമാണിത്. ശർറുന്നാസി മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, ഏറ്റവും മോശപ്പെട്ട മനുഷ്യരാരാണ്? ത്വാല ഉംറുഹു, കുറെ ആയുസ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ വസാഅ അമലുഹു, ആ ആയുസ്സൊന്നും ധന്യമാക്കാൻ അവന് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. അതാ റമളാനു മസ്റഅത്തൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി വഅദ്ദി ഹുഖൂഖഹു ഖൗലൻ വഫിഅലാ വസാദക ഫത്തഖിദുഹു ലിൽ മആദി. ഇതാ റമളാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. മസ്റഅത്തൽ ഇബാദ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൃഷിയിടമാണിത്. ആ കൃഷിയിടത്തിൽ അവസരം ലഭിക്കും. അത് സീസണിൽ തന്നെ ആയിരിക്കണം വിത്തും വളവും എല്ലാം നൽകേണ്ടത്. അതെടുത്തില്ലെങ്കിലോ, വിത്തെറിഞ്ഞില്ലെങ്കിലോ, വിളവെടുക്കുന്ന ദിവസം മറ്റുള്ളവരൊക്കെ കൊട്ട നിറയെ വിളയുമായി പോകുമ്പോ നീ മുഖത്ത് വിരൽ വെക്കും, നീ ഖേദിച്ചു പോകും. അതുകൊണ്ട് എല്ലാവിധ ഫസാദുകളിൽ നിന്നും നിന്റെ ഹൃദയത്തെ നീ വിപുലീകരിക്കുക. എങ്ങനെയാണ് വിപുലീകരിക്കേണ്ടത്? നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. റബ്ബ് നിങ്ങളുടെ ഹൃദയത്തെ തസ്കിയത്ത് ചെയ്യാൻ, ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ റമളാനിലാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഖുർആൻ വമൻ ശഹിദ മിൻകുമുശ് ശഹ്ർ ഫല്യസും. അതുകൊണ്ട് ആ മാസത്തിന്റെ സാക്ഷികളാകാൻ സാധിച്ചവർ നോമ്പനുഷ്ഠിക്കട്ടെ. ഈ നോമ്പനുഷ്ഠിക്കുന്നത് എന്തിനാണ്? പരിശുദ്ധ റമളാനിൽ ഈ വിശുദ്ധ ഖുർആൻ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ഉന്നതമായ വിധാനത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന വേദഗ്രന്ഥത്തിന് സാക്ഷികളാകാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഗവർണറായി മഹാനായ നാഫിഅ ബിൻ അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിച്ചു. അങ്ങനെ ഖലീഫയ്ക്ക് ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അസ്ഫാൻ എന്ന സ്ഥലം പോയവർക്കറിയാം. നമ്മൾ യാത്രയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ കാണാൻ അസ്ഫാൻ എന്ന സ്ഥലം. ഖലീഫ അവിടെ ഇറങ്ങി പ്രജകളുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ് ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്നെ ഞാൻ മക്കയിലെ ഗവർണറാക്കി നിശ്ചയിച്ചതല്ലേ? അസ്ഫാനിലേക്ക് വരുമ്പോൾ അവിടെ ആരെയാണ് പകരം നിശ്ചയിച്ചത് എന്നാണ്, പ്രതിനിധിയായിട്ട് ആരെയാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? നാഫിഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ എന്ന വ്യക്തിയാണ്. അദ്ദേഹം അനറബിയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫക്ക് മനസ്സിലായില്ല, ഇബ്നു അബ്സ അദ്ദേഹം ആരാണ്? ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരാളെ. നാഫിഅ റളിയല്ലാഹു പറഞ്ഞു, മൗലം മിൻ മവാലീന, എൻ്റെ ഒരു മൗലയാണ്. മൗല എന്ന് പറഞ്ഞാൽ അടിമത്ത മോചനം ലഭിച്ച വ്യക്തിക്കാണ് മൗല എന്ന് പറയാം. അപ്പോൾ ഖലീഫ ചോദിക്കുകയാണ്, സ്വതന്ത്രന്മാരായ ആളുകൾ, ജന്മന അവിടെ സ്വതന്ത്രരായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു മൗലയാണോ അങ്ങ് പ്രതിനിധിയായി വെച്ചത്? എന്നുവെച്ചാൽ മൗലക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നതല്ല, മറിച്ച് സ്വതന്ത്രരായ ആളുകളുടെ കാഴ്ചപ്പാടിൽ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാകും. ഒരുപക്ഷെ അവരെ ധിക്കരിക്കാനോ അനുസരണക്കേട് കാണിക്കാനോ, നീയൊക്കെ അടിമയായിരുന്നില്ലേ എന്നൊരു മനോഗതി വന്നാൽ അത് പ്രശ്നമല്ലേ എന്ന നിലക്കാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ സമയത്ത് നാഫിഅ റളിയല്ലാഹു അൻഹു പറയാണ്, അമീറുൽ മുഅ്മിനീൻ അങ്ങ് വിചാരിച്ച മൗലയല്ല അദ്ദേഹം. ഇന്നഹു
ഖാരിഉൻ ലികിതാബില്ലാഹി വആലിമുൻ ബിൽ ഫറാഇദ്. അല്ലാഹുവിൻ്റെ കിതാബ് വളരെ സുന്ദരമായി പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇൽമുൽ ഫറാഇദ്, അനന്തരാവകാശ സമ്പത്തിന്, സ്വത്തിനെക്കുറിച്ച്, സ്വത്ത് വിഭജനത്തിൻ്റെ എല്ലാവിധ വശങ്ങളും അറിയുന്ന അഗാധമായ വിശുദ്ധ ഖുർആനിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്നത് കേട്ടപ്പോൾ സ്തബ്ധിച്ചു പോയി. അദ്ദേഹം പറയാണ്, അതെ, അതായിരുന്നല്ലോ പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത്. ഇന്ന ഹാദൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹു ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തുമെന്നാണ്, ചില ആളുകളെ ആ ഖുർആൻ കൊണ്ട് അല്ലാഹു ഇകഴ്ത്തുമെന്നാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ? നാട്ടിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്കൊക്കെ ഖുർആനിലെ ആയത്ത്. ഈ അടുത്തൊരു പണ്ഡിതൻ പറഞ്ഞു, ഈ സമൂഹത്തിൽ എന്തൊക്കെ ആചാരങ്ങൾ, എന്തൊക്കെ അനുഷ്ഠാനങ്ങളുണ്ടോ അതിനൊക്കെ ഖുർആനിൽ തെരഞ്ഞ തെളിവ് കാണുമെന്നാണ്. ഈ ഖുർആനിൽ ഞങ്ങൾ കണ്ട തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കർമ്മം ചെയ്യുന്നതെന്നല്ല, ഈ നാട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഞങ്ങൾ ആയത്ത് ഓതി തരും. അതെ, അതാണ് ഖുർആന്റെ പ്രത്യേകത. യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ കൊണ്ട് തന്നെ പിഴക്കും, ഖുർആൻ കൊണ്ട് തന്നെ ഹിദായത്തിലാകും. എപ്പോഴാണ് ഖുർആൻ കൊണ്ട് ഹിദായത്തിലാകുക? ഈ ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെട്ട ഒരു സമൂഹം അവിടെയുണ്ട്. 10-23 വർഷം കൊണ്ട് കേവലം ഒട്ടകത്തിൻ്റെ കയർ നിയന്ത്രിച്ചിരുന്ന ആ ഒട്ടകത്തേക്കാൾ ഒട്ടും ആത്മീയമായ ഔന്നത്യം അവകാശപ്പെടാൻ അർഹതയില്ലാത്തൊരു ജനവിഭാഗത്തെ ലോകത്തിന് മാതൃകയായി 23 വർഷം പ്രവാചകൻ വർഷം കൊണ്ട് മാറ്റിയെടുത്ത് വാർത്തെടുത്തുവെങ്കിൽ അത് ഈ ഖുർആനിൻ്റെ മഹത്വമാണ്. എന്നാൽ ഖുർആൻ കൊണ്ട് തന്നെ വഴിപിഴക്കുകയും ചെയ്യും എന്ന ആ പ്രവാചക വചനം അമീറുൽ മുഅ്മിനീൻ ഓർത്തെടുക്കുകയാണ്. ഖുർആൻ കൊണ്ട് ഉന്നതിയിലെത്താൻ നമുക്ക് സാധിക്കണം. ആ ഉന്നതി വിശുദ്ധ ഖുർആൻ എത്രയാണോ പഠിച്ചത്, ഇഖ്റ വർത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിലെത്തിയാൽ അവനോട് പറയും, ഇതാ നീ എത്രയാണോ ദുനിയാവിൽ വെച്ച് ഖുർആൻ പഠിച്ചത് അത്രയും നിനക്കോടാം. ആ ഓതുമ്പോഴൊക്കെ നിന്റെ പദവി ഇങ്ങനെ ഉയർന്നുയർന്ന് നീ സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് വർത്തക്കി കയറിപ്പോവുക. അതിന് വേണ്ടി ഓതുമ്പോ നീ സ്പീഡിൽ ഓതരുത്. കാരണം എന്താ? കമാക്കുൻ തുറത്തിലൊക്കെ ദുന്യാവിൽ എങ്ങനെയാ നമ്മൾ ഖുർആൻ ഓതേണ്ടത്? പറത്തിൽ ഖുർആന തർത്തീല ഉണ്ടോ? സാവകാശം അതിങ്ങനെ നിൽക്കാണ്ട് യാസീൻ ഖുർആനിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഓത്തുണ്ടല്ലോ, അതല്ല. ഓരോ വചനങ്ങൾ ഓതുമ്പോഴും ഇതിനോട് പടച്ച റബ്ബ് സംസാരിക്കുകയാണ് എന്ന ആ ഒരു ബോധത്തിൽ സാവകാശം നിയമങ്ങളൊക്കെ പാലിച്ച് നിയമം എന്ന് അറിയില്ല വെച്ചിട്ട് ഓതാതിരിക്കരുത്. പ്രവാചകൻ പറഞ്ഞു, ബഹുവ ഷാക്കുൻ ലഹു അജറായിന്ന, ബുദ്ധിമുട്ടിയിട്ട് പറ്റുന്നത് പോലെ ഓതിയാൽ 2 പോയിണ്ട്. ഒന്ന് അവനാ റിസ്ക് എടുത്തതിന് ഒരു ജിഹാദാണ് ചെയ്യുന്നത്, ഖുർആൻ ഓതിയ പോലെയും. അപ്പോൾ ആ കൂലി നഷ്ടപ്പെടുത്തരുത്. എന്നാലും കഴിയുന്ന ആളുകൾ അത് പഠിച്ചതിൻ്റെ മര്യാദ അനുസരിച്ച് തന്നെ ഓതിയാൽ സ്വർഗത്തിലെ ഉന്നതിയിലേക്ക് അവനിങ്ങനെ കയറിപ്പോകാൻ സാധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസിൽ കാണാം. ഖാന അജ്വദുൻ നാസ്, ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്ന പ്രവാചകൻ. ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ റമദാനിലും പ്രവാചകന് അത്രയും കാലം ഓതിക്കൊടുത്ത ആയത്തുകൾ ഇങ്ങനെ റിവൈസ് ചെയ്ത് കൊടുക്കും. പ്രവാചകൻ വഫാത്താകുന്ന ആ റമദാനിൽ, അവസാനത്തെ റമദാനിൽ അത് 2 പ്രാവശ്യം ചെയ്തു എന്നാണ്. ഖുർആൻ ഇറങ്ങിയ ആ മാസമാണ് എന്ന ബോധത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ ഓതാൻ തെരഞ്ഞെടുത്ത മാസം എന്ന നിലക്ക് അതിന് കൂടുതൽ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അജ്വദുൻ നാസ് കരീഹിൻ മുർസല എന്നാണ്, അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് പോലെ ധർമ്മം ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത മാസം അത് റമദാനാണ്. കാരണം ഇത് ഷഹ്റുൽ മുബാസാത്ത്, സമാശ്വാസത്തിൻ്റെ മാസമാണ്. നമ്മൾ പല പ്ലാനും ചെയ്തിട്ടുണ്ട് കിറ്റ് വിതരണത്തിന് വേണ്ടി, അതേപോലെ തന്നെ ഇഫ്താർ സംഗമങ്ങൾ, അല്ലേ? എല്ലാം നല്ല കാര്യങ്ങളാണ്, പുണ്യകർമ്മങ്ങളാണ്. പക്ഷെ അതോടൊപ്പം നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കാതെ അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. തഹാബു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കൂ, ഗിഫ്റ്റ് കൊടുക്കൂ, കിറ്റ് കൊടുക്കൂ. തഹാബു, അതിലൂടെ നിങ്ങൾ പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കൂ എന്നാണ്. നമുക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. സലാം വ്യാപിപ്പിക്കുക, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. അതിനാണ് സലാം പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ
അവനും നമ്മളും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുകയാണ്. അതും കഴിഞ്ഞ് വല്ലപ്പോഴൊക്കെ അവന് എന്തെങ്കിലും സമ്മാനമായി നൽകിയാലോ എത്ര സുന്ദരമായിരിക്കും ആ ബന്ധം. അത് നിങ്ങളുടെ ഹൃദയത്തിലെ കറകൾ പറിച്ചു കളയുമെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ തൽഹാ റളിയല്ലാഹു അൻഹു പറയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി ഞാനും നബിയും ഇങ്ങനെ യാത്ര ചെയ്യാണ് ഒരു ഒട്ടകപ്പുറത്ത്. പ്രവാചകനോട് പറഞ്ഞു, ഈ ഒട്ടകത്തെ എനിക്ക് നല്ല ഇഷ്ടമായി, അതെനിക്ക് വിൽക്കുമോ? ജാബിർ റളിയല്ലാഹു അൻഹു ഇഷ്ടമുള്ള ഒരു ഒട്ടകമാണ്. പക്ഷേ റസൂലുള്ളാഹി ചോദിക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കും? ഞാൻ പറഞ്ഞ നബി എന്നാണ്, വീട്ടിലേക്ക് പോയിട്ട് മദീനയിലേക്ക് തിരിച്ചെത്തിയിട്ട് തരാം. മദീനയിൽ തിരിച്ചെത്തി ജാബിർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി ഒട്ടകത്തെ കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒട്ടകത്തിനുള്ള വില പറയാൻ പറഞ്ഞു. അവസാനം അദ്ദേഹം നിരസിച്ചെങ്കിലും റസൂലുള്ളാഹി നിർബന്ധത്തിന് വഴങ്ങി അതിന് വില കൊടുത്തു. ആ വില കൊടുത്ത് അല്പ ദിവസം കഴിഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹു പറയാണ്, റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, എനിക്ക് ഇനി ആ ഒട്ടകത്തെ ആവശ്യമില്ല, അതുകൊണ്ട് നീ തന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കൊണ്ടുപോകാൻ വേണ്ടി പ്രവാചകന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അന്ന് വാങ്ങിച്ച പണം തിരിച്ചു കൊടുത്തു. പക്ഷെ റസൂലുള്ളാഹി മേടിച്ചില്ല. ജാബിർ റളിയല്ലാഹു പറയുന്നത്, എന്തിനാണ്? എനിക്ക് ഒട്ടകം ആവശ്യം ഉണ്ടായിട്ടല്ല ചെയ്തത്, പിന്നെയോ എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്ന് റസൂലുള്ളാഹിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ വെറുതെ കൊടുത്ത ആദ്യം വില കൊടുത്ത് ഈ ഒട്ടകത്തെ വില കൊടുത്ത് വാങ്ങിയിട്ട് ഒട്ടകത്തെ തിരിച്ചു കൊടുക്കുക. അത് അന്ന് വാങ്ങിച്ച വിലയോ അത് പ്രവാചകൻ വാങ്ങിക്കുന്നുമില്ല. അതാണ് ഇത്. ജാബിർ റളിയല്ലാഹു പറയാൻ, ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു ജൂതനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഒരു വല്ലാത്തൊരു പ്രവാചകൻ തന്നെ കേട്ടോ, അനുയായികളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൂതൻ. നമുക്കും സാധിക്കണം പരസ്പരം, അല്ലേ? നമ്മളൊരു വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് ഇരുന്ന് പോകുമ്പോൾ അവർക്ക് ആവശ്യമില്ലെങ്കിലും അവരെ സംതൃപ്തിപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ സമ്മാനമായി പോകുമ്പോൾ അതിൻ്റെ സന്തോഷമായിരിക്കും. അത് റമദാനിൽ നമുക്ക് കൂടുതൽ നൽകാൻ സാധിക്കണം. അതിനർഹതപ്പെട്ട ആളുകളെ ഷഹ്റുൽ മുവാസാത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് മുവാസാത്തിൻ്റെ മാസമാണ്, സമാശ്വാസത്തിൻ്റെ മാസമാണ്. പട്ടിണി കിടക്കാൻ പാടില്ല, നോമ്പ് തുറക്കാനില്ലാതെ വിഷമിക്കുന്ന ഒരാളും ഈ ഉമ്മത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് അത് കൊണ്ടുവരണം. നമുക്ക് കഴിയുന്നത് പോലെ ധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കണം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാദിമീനൽ ഗൈദ വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന സ്വർഗം വിശാലമാക്കപ്പെട്ട ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുത്തഖികളെ പറ്റി പറഞ്ഞപ്പോൾ സന്തോഷമുണ്ടാകുമ്പോഴും പ്രയാസമുണ്ടാകുമ്പോഴും അവർ ധർമ്മം ചെയ്യും. അവർ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കും. ആരോടെങ്കിലും കോപമുണ്ടെങ്കിൽ അതിൽ നിന്ന് മാപ്പ് കൊടുത്ത് വിട്ടുനിൽക്കും. അവരാണ് മുഹ്സിനുകൾ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹനെ ഓർക്കും, എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. കാരണം ആരുണ്ട് നിങ്ങൾക്ക് പുറത്തു തരാൻ? അല്ലാഹു അല്ലാത്ത ഒരാളും നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അറിയില്ല. അവനോട് മുമ്പിലില്ലാതെ നമ്മുടെ പാപങ്ങൾ വെളിപ്പെടുത്തുവാനും പാടില്ല. അവൻ മാത്രമാണ് നമുക്ക് മഗ്ഫിറത്ത് നൽകുന്നത്. ഹാദാ ശഹ്റു സബ്ർ. ഇത് ക്ഷമയുടെ മാസമാണ്. എന്തെല്ലാം ചെയ്യാനുള്ള അവസരം നമുക്ക് നൽകപ്പെട്ടു. അനുവദിക്കപ്പെട്ട ഇണ നമ്മുടെ വീട്ടിലുണ്ടായിട്ടും നമ്മൾ അവരെ സമീപിച്ചില്ല. കാരണം എൻ്റെ വ്രതത്തിൻ്റെ വിശുദ്ധിയെ അത് ബാധിക്കും. അനുവദിക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ വീട്ടിലുണ്ടായിട്ടും നമ്മളത് കഴിച്ചില്ല. കാരണം എൻ്റെ നോമ്പിൻ്റെ വിശുദ്ധിയെ അത് ബാധിക്കും. പുറത്തൊരാൾക്ക് ഞാൻ നോമ്പുകാരന് ആണെന്നറിയാൻ മറ്റൊരു തിരിച്ചറിയാനുള്ള മാർഗമില്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറയും അസ്സൗമുലി വ അന അജ്സിബി. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് കർമ്മത്തിൻ്റെ പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? മറ്റു കർമ്മങ്ങളൊക്കെ അല്ലാഹുള്ളത് തന്നെയാണ്. പക്ഷെ അത് മറ്റൊരാൾ ചെയ്യാതെ ഒരു ധർമ്മം ചെയ്യുമ്പോൾ ഒരു സ്വീകർത്താവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലേ? അതൊരാൾ അറിയാനുള്ള സാധ്യതയുണ്ട്. എന്നാലും പരമാവധി അറിയാതെ തന്നെ ചെയ്യാൻ അത് സാധിക്കണം. മഹാനായ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമക്കളിൽപ്പെട്ട ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ പ്രദേശത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്ത് പട്ടിണി വർദ്ധിച്ചു എന്നാണ്. ആളുകൾക്ക് അത്ഭുതമായി, ഇത്രയും കാലമില്ലാത്തൊരു പട്ടിണി എങ്ങനെ ഇത്ര പെട്ടെന്ന് വന്നത്? അപ്പോൾ അവരോട് ചോദിച്ചവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നേരം പുലർന്ന് വാതിൽ തുറക്കുമ്പോൾ ഒരു കിറ്റ് കാണും, ഞങ്ങളതെടുത്ത് ഭക്ഷിക്കും, ഞങ്ങൾക്കുള്ളതാണെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അത് വരുന്നില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം അത് കൊടുക്കാൻ ആളില്ലാതെ പോയി. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു അത് നൽകിയിരുന്നത് എന്ന് പോലും ആ നാട്ടുകാർ തിരിച്ചറിയുന്നത്.
അങ്ങനെ ഗോപ്യമായി രഹസ്യമായി ധർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കും. പരസ്യമായി ധർമ്മം ചെയ്തതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മുടെ ഉദ്ദേശം മാറാതിരുന്നാൽ മതി. മറ്റുള്ളവർക്ക് മാതൃകയാകണം, പ്രചോദനമാകണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അത് തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും വലത് കൈ കൊടുക്കുമ്പോൾ ഇടത് കൈ അറിയാത്തത്രമാത്രം രഹസ്യമായി ചെയ്യാൻ പറ്റണം. നമുക്ക് ഓരോ കർമ്മങ്ങളും അങ്ങനെയായിരിക്കണം. വിശുദ്ധ ഖുർആൻ കൊണ്ട് ധന്യമാക്കണം. നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ സുദൃഢമാക്കണം. അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റണം. ഇഫ്താറുകൾ സംഘടിപ്പിക്കാൻ സാധിക്കണം. അതിനോട് സഹകരിക്കാൻ സാധിക്കണം. നോമ്പ് തുറപ്പിച്ചവന് അവൻ നോമ്പെടുത്തത് ആരെയാണോ തുറപ്പിച്ചത് അവനെടുത്ത് അതേ നോമ്പിൻ്റെ കൂലി ഒട്ടും കുറയാതെ തന്നെ പിന്നെ ലഭിക്കുന്ന. അതുകൊണ്ട് ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ 2 നോമ്പിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എന്നാണ്. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് എന്താ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. 2 വ്യാഖ്യാനമുണ്ട്. ഒന്ന് പെരുന്നാളിൻ്റെ സന്തോഷം, അതെല്ലാം നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം. നമ്മുടെ കൂടെ മറ്റൊരാൾ കൂടി നോമ്പ് തുറക്കാനുണ്ടാകുമ്പോൾ അത് ഇരട്ടി സന്തോഷമാകും. മറ്റ് 2ാമത്തെ സന്തോഷം ഈ നോമ്പിന് ശേഷം അല്ലെങ്കിൽ ആ നോമ്പ് കാലത്താണ് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ യാത്രയാകുന്നതെങ്കിൽ നാഥനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ആ 2 സന്തോഷവും കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വിശുദ്ധ റമദാനിനെ അക്ഷരാർത്ഥത്തിൽ പുണ്യങ്ങളുടെ പൂക്കാലമാക്കി വരവേൽക്കാൻ സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വ്രതങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്ന ഇഖ്ലാസുള്ള വ്രതങ്ങളാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. നമ്മിൻ്റെ ചൈതന്യത്തിന് പോറലേൽപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാത്ത രൂപത്തിൽ പടച്ചറപ്പ് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. അസ്സലാമലൈക്കും. നമ്മളുടെ പ്രിയങ്കരനായ പണ്ഡിതൻ നമുക്ക് വളരെ വിശദമായി തന്നെ നമ്മൾ നോമ്പിനെ എങ്ങനെ വരവേൽക്കണം, അതുമായി നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് വളരെ വിശദമായി തന്നെ നമുക്ക് അറിവ് നൽകിക്കൊണ്ട് നമ്മൾ ഇത്ര നേരം ഇവിടെ ശ്രമിച്ചു. എല്ലാവർക്കും പഠിച്ചതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ കൊല്ലം നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം നമ്മളിവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് തന്നെ ഞാൻ പറയാണ്, നമ്മൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന ഒരു വളരെ സൗമ്യമായിട്ട് തന്നെ നമ്മൾക്ക് വിശദമായിട്ട് വിവരിച്ച് തന്ന ബഹുമാനിയ പണ്ഡിതൻ, അദ്ദേഹത്തിനും കുറച്ചും ദീർഘായുസ്സും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. ഇത് കേൾക്കാനിരുന്ന നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിനും ഒക്കെ ആ ഒരു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബ്. കൂടുതലൊന്നും നമുക്ക് പറയാനില്ല, നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ യോഗം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.